നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഇന്നലെ പോർച്ചുഗലിൻ്റെ കളി ഉണ്ടായിരുന്നു. കളി പ്രതീക്ഷ പോലെ ടീം വിജയിച്ചില്ല. എന്തായാലും നമ്മളോടൊപ്പം കളി വിലയിരുത്താൻ വേണ്ടി ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. പോർച്ചുഗലിൻ്റെ കളി ഇന്നലെ കണ്ടല്ലോ, എന്ത് തോന്നുന്നു? എന്താണ് ടീമിന് മിസ് ചെയ്യുന്നത്? ക്രിസ്ത്യാനോ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും മിസ് ചെയ്തിട്ടില്ല, ഫുട്ബോളാണ്, ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് ലാക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. കണ്ടപ്പോൾ എന്ത് തോന്നി? പോർച്ചുഗലിൻ്റെ കളി എന്താ പറയുക, നമ്മൾ പോർച്ചുഗലിൽ നിന്ന് ഇതെല്ലാം ഒരിക്കലും ഉദ്ദേശിച്ചത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ DR കോങ്കോ എന്ന് പറയുന്ന ഇങ്ങനത്തെ ലോകകപ്പിൽ ആദ്യമായിട്ട് മുമ്പ് വേൾഡ് കപ്പ് ഈ പേരിലല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ എന്നാലും വർഷങ്ങൾക്ക് ശേഷം ഒരു പുതുതായിട്ട് ടീം വരികയാണ്. അപ്പോൾ ആ ഒരു ടീമിനെതിരെ പോർച്ചുഗലിനെ പോലെ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ കിരീടം നേരിടുന്ന പ്രതീക്ഷിക്കുക വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ്. അത് തന്നെ വെച്ചെങ്കിൽ എന്താ പറയുക, ലൈനപ്പിൽ അവരുടെ സ്ക്വാഡിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഒരു വെറൈറ്റി ഉള്ള ഒരു ഡെപ്താണ്. അപ്പം അങ്ങനത്തെ ഒരു ടീമിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് അല്ല പോർച്ചുഗലിൽ നിന്നും ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നലെ കോച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യ ഗോൾ അടിക്കുന്നത് വരെ നന്നായിട്ട് കളിച്ചു. ആദ്യ ഗോൾ 6ാമത്തെ മിനിറ്റിലാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും, കളി ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സംഭവിച്ചതെന്ന് റോബർട്ടോ മാർട്ടിനസ് പറയുന്നുണ്ട്. യാതൊരു സംശയമില്ല. അതായത് ജാവോ നവസ് 5ാമത്തെ മിനിറ്റിലെ ഗോൾ അടിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് പോർച്ചുഗൽ കയറി മേയാൻ പോവാം, ഒരു എന്താ പറയാ, ഒരു 8-10 സ്കോർ ലൈൻ എന്ന രീതിയിലൊക്കെ. കാരണം അവര് ആക്ച്വലി എന്താ പറയാ, അവരൊരു അനൗൺസ്മെന്റ് ആ രീതിയിലുള്ളതാണ് ശരിക്കും തുടക്കത്തിലുള്ള ഒരു ആക്രമണം വന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടെന്താണ് നേരെ തിരിച്ച. പിന്നെ അതിന് ശേഷം പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്ന് ഒരു വൃത്തിയുള്ള ഒരു ആക്രമണം എന്ന് ഉണ്ടായില്ല, പറയാൻ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. കോങ്കോ എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഒരു ഡിഫെൻസീവ് ഡിസ്പ്ലേ, നല്ല രീതിയിലുള്ള വൃത്തിയായിട്ടുള്ള കളികൾ. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും കളിക്കുക എന്നുള്ളതല്ല, ഒരു പോസിറ്റീവായ രീതിയിൽ തന്നെ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതല്ല, അതേസമയം അതിൻ്റെ കൂടെ കൗണ്ടർ അറ്റാക്ക്, അതേപോലെ നല്ല വൃത്തിയായിട്ടുള്ള ബോൾ സപ്ലൈ കൊടുത്തിട്ട് അവരുടെ ഒരു പിന്നെ എന്താ പറയുക, കോങ്കോയുടെ പ്രത്യേകമായിട്ട് കണ്ടത് അവരുടെ ഫിസിക്കൽ അഡ്വാൻറ്റേജ് ആണ്. നല്ലൊരു ശാരീരികക്ഷമത ഉള്ള കളിക്കാരാണ് നല്ല രീതിയിൽ. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള ടാക്ലിങ്, ടേണിങ്, വൃത്തിയായിട്ട് ഭംഗിയായിട്ടുള്ളത് മനോഹരമായിട്ടാണ് കളിച്ചത്. പിന്നെ അവർ ടീമിൽ അതിനെ പറ്റിയ, അതായത് നമ്മളിപ്പം കൊല്ലങ്ങൾക്ക് ശേഷം വരുന്ന ടീം എന്നുള്ള നിലക്ക് നമ്മൾ കാണുമ്പോഴും അവരുടെ ടീമിൽ ഇപ്പോൾ ബക്കാംബു, വീസ, വാൻ ബിസാക്ക, ഇങ്ങനെയുള്ള താരങ്ങൾ, പിന്നെ മക്കാവു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഒത്തിരി ബുദ്ധിമുട്ടാണ്, നങ്കിയാലിൽ മക്കാവു എന്നാണ്, അത് ലില്ലിക്ക് വേണ്ടി കളിക്കുന്നതാണ്. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ക്രിസ്ത്യാനോനെ മാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സ്പെഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടായിരുന്നില്ല, കാരണം ക്രിസ്ത്യാനോ ഇപ്പോൾ പഴയ ക്രിസ്ത്യാനോ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്ലാൻ്റെ ആവശ്യം ഉണ്ടായില്ല എന്ന് പറയുന്നു. CR7 വളരെ ഈസി ആയിട്ട് മിസ്പ്ലേസ് ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, അത് ഇപ്പോൾ ഈ ബോക്സിലാണെങ്കിൽ പോലും ക്രിസ്ത്യാനെ പെട്ടെന്ന് എന്താ പറയുക, നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാനും അതേപോലെ തന്നെ ബോൾ ഡിസ്പോസ് ചെയ്യാനൊക്കെ വളരെ പെട്ടെന്ന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പ്ലേയേഴ്സ് ബാക്കിലുള്ള ഇവർ ഡിഫൻസൊക്കെ വളരെ സിമ്പിളായിട്ട് തള്ളുന്ന ഒഴിവാക്കുന്നതൊക്കെ കാണുന്നു അല്ലേ. അപ്പൊ ഇതിലെന്താ പറയാ, ഇപ്പൊ ഇവരിപ്പോ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോ ക്രിസ്ത്യാനോ ഇവിടെ ഗോൾ അടിച്ചത് നമ്മുടെ യുനവിസ അല്ലെ, അപ്പൊ അവര് തമ്മിൽ ഇപ്പൊ ക്രിസ്ത്യാനോക്ക് ഇന്നലത്തെ കളിയിൽ ആകെ 25 ബോളാണ് ആകെ ടച്ച് ചെയ്ത് കിട്ടിയത്. അപ്പൊ ഇവര് തമ്മിലുള്ള 25 ടച്ചും 21 പാസ്സാണ് ക്രിസ്ത്യാനോ കൊടുത്തത്. അതിൽ 17 ബാക്ക്വേർഡ് പാസ്സാണ്. അതെ. അപ്പോൾ ഈ ഒരു ഡ്യൂവൽ നോക്കുമ്പോൾ നമുക്കത് ക്രിസ്ത്യാനോ ഒട്ടും ഒരു എന്താ പറയുക, കളിയിൽ ആ ഒരു ഇഴുകി ചേർന്ന് വേണ്ട വിധത്തിലൊന്നും ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോക്ക് ഇപ്പൊ നിലവിലുള്ള പറ്റുന്ന ഒരു റോൾ എന്ന് പറയുന്നത് പൗച്ചർ എന്നുള്ള ഈ റോളാണ്. ഇപ്പൊ നിലവിലുള്ള ശാരീരിക പ്രായമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും പോർച്ചുഗലിൻ്റെ ഡെപ്ത് മിഡ്ഫീൽഡ്, അതേപോലെ തന്നെ ബോൾ സപ്ലൈ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് കളിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എത്തിച്ചിട്ട് അത് ഫിനിഷ് ചെയ്യുക എന്നുള്ള. പക്ഷേ ക്രിസ്ത്യാനോയുടെ നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അക്യുറസിയിലെ ഒരു പ്രോബ്ലം, വേഗത. ഞാൻ പറഞ്ഞപ്പോൾ വേഗതയിൽ ഒപ്പത്താൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന പവറും അതേപോലെ തന്നെ അക്യുറസി ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ബോക്സിലാണെങ്കിൽ പോലും നമ്മൾ പഴയ പോലുള്ള ഒരു ക്രിസ്ത്യാനോ ഒരു റിലയബിൾ അല്ല എന്നല്ല, അത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന. പിന്നെ വേറൊരു സംഭവം വെച്ചെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ ഫാൻസിന് ചിലപ്പോൾ ഒരു പക്ഷെ ഇഷ്ടപ്പെടില്ല. അപ്പൊ അതായത് വെച്ചെങ്കിൽ എന്താ പറയാ, നമ്മളൊരു ലെഗസി, ഇപ്പൊ ക്രിസ്ത്യാനോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലെഗസി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ യങ് പ്ലേയേഴ്സ്, പോർച്ചുഗീസിന്റെ കോൺസസ് പോലുള്ള പ്ലേയേഴ്സ്, അപ്പൊ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിൽ ക്രിസ്ത്യാനോ ആക്ച്വലി എന്താ പറയാ, ബോക്സിൽ നിന്നിട്ട് മൂപ്പർക്ക് കോൺഫിഡന്റ് ആയിരിക്കും. അപ്പൊ ഒരു ബോൾ വന്നിട്ടുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ.
പക്ഷെ ഇപ്പോൾ കോൺസോ ഇപ്പോൾ നമ്മുടെ ഒരു ബോക്സിൽ വന്ന ക്രിസ്ത്യാനോ മിസ്സാക്കി അടുപ്പിച്ച് രണ്ട് ചാൻസുകൾ മിസ്സാക്കി. ആ മിസ്സാക്കിയതിൽ ഒന്ന് കോൺസാക്കോ തന്നെ ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ശരിക്ക് ആക്ച്വലി എന്താ പറയുക, ഇങ്ങനത്തെ കേസുകളിൽ പലപ്പോഴും ക്രിസ്ത്യാനോ പ്രഷർ കളികൾ മറ്റുള്ള യങ് പ്ലേയേഴ്സിൽ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഗോളുകൾ സ്വീകരിക്കാൻ നമ്മൾ കൈയാട്ടിയിട്ട് വെച്ചിട്ടും സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു പ്ലെയർ, അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഉണ്ടോ എന്നുള്ളതും കൂടി, അതായത് ക്രിസ്ത്യാനോയുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് ഒരു പ്രഷർ കൂടി ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള സംശയം. ഇപ്പൊ കോച്ച് ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞത്, ഞങ്ങളുടെ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല, 26 പ്ലേയേഴ്സ് ഉണ്ട്, റാഫേൽ ലിയാവോയും അതുപോലെ റാമോസും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റാക്കിൽ ഞങ്ങൾ അപ്രോച്ച് മാറ്റും എന്ന് പറയുന്നിടത്ത് ക്രിസ്ത്യാനോ ബെഞ്ചിലേക്ക് എന്നുള്ളൊരു ഫീൽ ഉണ്ടോ? ബെഞ്ചിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത് നമ്മൾ സംസാരിച്ചാണ് മാർട്ടിനസിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഇന്നലത്തെ ഒരു അപ്രോച്ച്, ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മുടെ ഗോൺസലോ റാമോസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കാൻ വേണ്ടി വിറ്റേഞ്ഞിയാണ് വലിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോയെ എന്തിനാണ് 90 മിനിറ്റും കളിപ്പിക്കണം നിർബന്ധം എന്താണ്? പല രീതിയിൽ ക്രിസ്ത്യാനോയുടെ ആക്ച്വലി എന്താ പറയുക, എങ്ങനെ മാക്സിമം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ രീതിയെ കുറിച്ച് ആവണം നല്ലൊരു മാനേജർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ കൺവെൻഷനെ ചിലപ്പോൾ എന്താ പറയുക ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ എപ്പോഴും എന്ന് വെച്ചെങ്കിൽ ഈ റോബർട്ടോ മാർട്ടിനസിൻ്റെ ഒരു വിഷയം വെച്ചാൽ ഒരു കൺഫോമിസ്റ്റ് ആണ്. ഇപ്പം എങ്ങനെയാണ് ട്രഡീഷൻ കൺവെൻഷനല് ഈ സോഷ്യലായിട്ടുള്ള മറ്റുള്ള ഇതിലൊക്കെ വെച്ചെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവ എങ്ങനെ അതിന്ന് എതിർത്ത് പോകണില്ല. കൺവെൻഷനെ നമ്മൾ ചിലപ്പോൾ ധിക്കരിക്കേണ്ടി വരും. അപ്പോഴാണ് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനോ എന്ന് പറയുന്നത് പറയാ, നമ്മൾ മുപ്പര് ഉണ്ടാക്കി വെച്ച ലെഗസിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയാ, ആ പ്ലെയറിനെ ചിലപ്പോൾ മാറ്റി നിർത്തണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾ റാമോസിനെ ഇറക്കിയും ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറയാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ മിഡ്ഫീൽഡിലൊക്കെ ബ്രൂണോ ഫെർണാണ്ടസിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നിയത്. അത് ബ്രൂണോ ഇപ്പൊ ഇന്നലെ ആകെ ഒറ്റ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് 90 മിനിറ്റിന് ശേഷമാണ്. സാറ് പറഞ്ഞില്ലേ ഈ കൺവെൻഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങനെ പോവാനാണ് റോബർട്ടോ മാർട്ടിനസ് ഇഷ്ടപ്പെടുന്നത്. ഇന്നലെ കളി കഴിഞ്ഞിട്ട് റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുന്നുണ്ട്, ചില ഘട്ടങ്ങളിൽ ക്രിസ്ത്യാനോയെ പിൻവലിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആളാണ് ക്രിസ്ത്യാനോ. പോർച്ചുഗലിന് ഒരു ഗോൾ ആവശ്യമുള്ള സമയത്ത് ക്രിസ്ത്യാനോയെ പിൻവലിക്കുക എന്നുള്ളത് മണ്ടത്തരാണ്. അതാണ് ശരിക്കും അതൊരു ന്യായീകരിക്കാനുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ്. അത് എന്താണെന്ന് പറയാ, നമ്മള് ആക്ച്വലി എന്താ പറയാ, ക്രിസ്ത്യാനോ ഇപ്പോ വേൾഡ് ഫുട്ബോൾ നടത്തിയുള്ള കോൺട്രിബ്യൂഷൻ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നമ്മളിപ്പോ റീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് മൂപ്പരുടേതായിട്ട് ആക്ച്വലി എന്താ പറയാ, ഏജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പഴയതുപോലെയുള്ള നമുക്ക് എന്താ പറയാ, നമുക്കൊരു ബോക്സ് ടു ബോക്സോ അല്ലെങ്കിൽ നമ്മൾ വിങ്ങറെ പോലുള്ള ഒരു റയൽ മാഡ്രിഡിൽ കളിച്ചിരുന്ന പോലെ ഇപ്പോൾ കളിക്കാൻ പറ്റൂല. ഓക്കെ, ഇപ്പൊ ഈവൺ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഇപ്പൊ പറ്റിയ സംഭവം വെച്ചെങ്കിൽ ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടു, നമ്മൾ ബോക്സിൽ പറ്റി കിടക്കുന്ന രീതിയിലാണ് ക്രിസ്ത്യാനോയുടെ അങ്ങനെ പരുവപ്പെടുത്തിയതാണ്, അതാണ് പറ്റിയെന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ പക്ഷെ എന്താണ് വിഷയം എന്ന് വെച്ചെങ്കില് നമ്മൾ പറഞ്ഞ സംഭവമാണ്. ഇപ്പോ പോർച്ചുഗലിനെ സംബന്ധിച്ച് വെച്ചെങ്കിൽ ഞാൻ പറയാം, ഈ ഇപ്പൊ നിലവിലുള്ള ഈ പുതുതലമുറയിൽപ്പെട്ട ഈ ഒരു ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള വളരെ പേസ് ആയിട്ടുള്ള ഈ പ്ലേയേഴ്സിന്റെ ഒപ്പം ക്രിസ്ത്യാനോ എങ്ങനെയാണ് സിങ്ക് ആവുക എന്നുള്ളതാണ്. അപ്പോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെന്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷ കളികളില്, ഇപ്പോൾ ഇന്റർനാഷണൽ കളികളില് കഴിഞ്ഞ കളിയിലാ തോന്നുന്നു ഒരു ഗോള് പോലും കഴിഞ്ഞ യൂറോ കപ്പിൽ ഒരു ഗോളും ക്രിസ്ത്യാനോക്ക് ഇല്ല. പിന്നെ എല്ലാവരും ഈ നാഷൻസ് ലീഗിൽ ഗോൾ അടിച്ചു എന്ന് പറയും. നാഷൻസ് ലീഗ് ആ ഒരു മേജർ ടൂർണമെന്റ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു സംഭവമല്ല. 2022 വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ ഫസ്റ്റ് കളിയിൽ ഒരു പെനാൽറ്റി ഗോൾ അടിച്ചു എന്നല്ലാതെ പിന്നെ ഗോളുകളില്ല. പിന്നെ സാറ് കഴിഞ്ഞ അതിൽ പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ ഇപ്പൊ 6 വേൾഡ് കപ്പ് കളിച്ചു എന്ന് പറയുമ്പോൾ അതിൽ 5 ഓരോ ഗോളുകളാണ്. 2018 മാത്രമാണ് ആ ഒരു ഹാട്രിക് അടക്കം 4 ഗോൾ. എല്ലാ കളികളിലും ഓരോ ഗോൾ വീതം മാത്രം അടിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഹിസ്റ്ററി ആ പ്രസിഡൻസ് ഉണ്ടല്ലോ, അങ്ങനെ സംഭവങ്ങളെയൊക്കെ നമുക്ക് നോക്കിയിട്ടൊക്കെ അതിനനുസരിച്ചുള്ള ഒരു പ്ലെയറെ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല നമ്മളിന്ന് ഇന്നൊരു റീലിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ശരിയാണ്, ഇപ്പം ഹൈ പ്രഷർ ഗെയിമുകളിൽ ഈ ക്ലബ് ഫുട്ബോളിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗ് ക്രിസ്ത്യാനോ വളരെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ദേശീയ ടീമിന് വേണ്ടിയിട്ട് അങ്ങനെ കളിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ വേൾഡ് കപ്പുകളിലും യൂറോ കപ്പിലും ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് എല്ലാം വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ യൂറോ കപ്പിലെ 5 കളികളും ക്രിസ്ത്യാനോനെ ഈ റോബർട്ടോ മാർട്ടിനസ് ഇറക്കി ഒറ്റ ഗോളും അടിച്ചിട്ടില്ല. അന്ന് ആ ടൂർണമെന്റ് കഴിഞ്ഞപ്പോഴും ക്രിസ്ത്യാനോ പ്രശ്നമായിരുന്നു, മാറ്റം വെച്ചു
ഒരു കാര്യമില്ല, ക്രിസ്ത്യാനോ വളരെ മനോഹരമായിട്ടാണ് കളിച്ചതെന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത്. അത് എന്താ നമുക്ക് അധികം ഫീൽ ചെയ്യാത്തത്, ക്രിസ്ത്യാനോയുടെ ഒരു ഫ്രീക്വൻസി, അതായത് ഗോൾ അടിക്കുന്നതിൽ ഫ്രീക്വൻസി. ഇപ്പോൾ ഒരു കളിയുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊരു ഗോൾ അടിക്കാത്ത ചില മത്സരം ഉണ്ടെങ്കിൽ അടുത്തതിൽ എങ്ങനെയെങ്കിലും ഗോൾ അടി വന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ചെറിയ ടീമുകളാവാം, പക്ഷെ അത് കൂടുതലായിട്ട് വാർത്തകളിൽ കൂടുതലായിട്ട് വരുന്നു, മീഡിയകളിൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനോ എപ്പോഴും ഗോൾ അടിക്കും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ ഗോൾ പോലും ഇതുവരെ അടിച്ചിട്ടില്ല. ഇതാണ് ഇപ്പൊ ഇത്രയും 5-6 ലോകകപ്പിൽ ആകെ 8 ഗോള് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇതെന്താ പറയാ, ഇങ്ങനെയുള്ള ചരിത്രം കൂടി നോക്കിയിട്ട് വേണം. ഇപ്പൊ നമ്മൾ കൺവെൻഷൻസിനെ അതിൽ എന്താ പറയാ, അവിടെ ഒരു ഭാഗത്തേക്ക് നിർത്താതെ ഒന്നും ഒരിക്കലും മാറ്റം ഉണ്ടാവൂല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇത്ര ഒരു ഡെപ്ത് ഉള്ള ഒരു സ്ക്വാഡും. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഈ ലോകകപ്പ് ഇപ്പൊ പോർച്ചുഗലിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇല്ല എന്നുള്ളതാണ്. അത്രയും എന്താ പറയാ ഒരു ടാലന്റഡ് ആയിട്ടുള്ള പൂൾ ഓഫ് പ്ലേയേഴ്സ് ആണ് ഇപ്പോഴത്തെ സ്ക്വാഡിലുള്ളത്. ഇന്ന് ഞാൻ കണ്ടത് ഒരു ലെജൻഡിന്റെ പേര് ഞാൻ മറന്നു, റോബർട്ടോ മാർട്ടിനസിനെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഇയാള് ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ കൊണ്ട് ഒന്നും നേടാൻ പറ്റാതെ അവരെ നശിപ്പിച്ചു. ഇപ്പൊ പോർച്ചുഗലിനെയും അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഇന്ന് ഞാൻ കണ്ടു. അത് ശരിയാണ്, ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷൻ പ്ലേയേഴ്സ് ഉള്ളപ്പോൾ അദ്ദേഹമാണ് കോച്ച്, ഒന്നും അവർ നേടിയില്ല. അപ്പൊ പോർച്ചുഗലിന്റെ അവസ്ഥയും ഇത് മികച്ച ടീമാണ്, അത് അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ക്രിസ്ത്യാനോ പറ്റി നമ്മൾ പറഞ്ഞു, ശരി, മിഡ്ഫീൽഡിൽ എന്താണ് കളി വരാത്തത്? മിഡ്ഫീൽഡിലും ഈ പറഞ്ഞ പോലെ ആരും മനോഹരമായിട്ടുള്ള ഒരു നീക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോക്ക് അവസരം വളരെ സ്ലോ ആയിട്ടാണ് കളിക്കേണ്ടത്. ഓരോ നേട്ടങ്ങൾ, ഓരോ നീക്കങ്ങള് വളരെ ടൈം എടുത്തിട്ട്. ഇപ്പം നല്ല തുടക്കത്തിലുള്ള ആദ്യ ഗോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വളരെ വേഗത്തിലുള്ള എന്താ പറയാ ആക്രമണം ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ഒന്നുകൂടി എന്താ പറയാ, ഈ DR കോങ്കോ അതായത് ടീമിനെ കളിക്കാനൊക്കെ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫൻസ് പഴുതുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഒന്ന് ടീം വരിക, പക്ഷെ DR കോങ്കോ എന്ന് പറഞ്ഞ ടീമിനെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെ, അതായത് ക്രിസ്ത്യാനോന്റെ ഈ ഫോം മാത്രമല്ല പ്രശ്നം, ടീം മൊത്തത്തിൽ ഇന്നലത്തെ അപ്രോച്ച് പ്രശ്നമായിരുന്നു. അല്ലേ, സമീപനം അതാണ് കോച്ച് ഞങ്ങളുടെ അപ്രോച്ച് മാറ്റണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം എന്താ വെച്ചാൽ അത് വേൾഡ് കപ്പിലെ തുടക്കമാണ്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ പറയുന്ന വേൾഡ് കപ്പ് ഇപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു വാക്ക്, ഇത് ഞങ്ങൾ വേൾഡ് കപ്പ് വിജയിക്കലല്ല ഇപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം, നന്നായിട്ട് പെർഫോം ചെയ്യലാണ്, അടുത്ത കളികളൊക്കെ വിജയിച്ച് ഈ ഗ്രൂപ്പിൽ മാക്സിമം പോയിന്റ് നേടലാണ് ലക്ഷ്യം എന്നൊക്കെ ഇപ്പോൾ അദ്ദേഹം മാറ്റി പറയുന്നുണ്ട്. വേൾഡ് കപ്പ് നേടുക എന്നുള്ളൊരു ബേർഡൻ ഷോൾഡറിൽ വെച്ച് പോകണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു ബേർഡൻ ആയിട്ട് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് ബേർഡൻ തന്നെയാണ്. ഇപ്പോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, ടോട്ടലി ഫാൻസിന് മാത്രമല്ല, ഇപ്പോൾ ഫുട്ബോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, പിന്നെ എന്താ പറയുക, പോർച്ചുഗൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനോ പോലെയുള്ള ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള മാച്ചാണ് ഇന്നലെ നടക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ ബോഡി ലാംഗ്വേജ് മൊത്തം കണ്ടത് നമുക്കറിയാം. സെക്കൻഡ് ഹാഫിന് ശേഷമൊക്കെ ക്രിസ്ത്യാനോ വളരെയധികം ഫ്രസ്ട്രേറ്റഡ്, കളി കഴിഞ്ഞതിന് ശേഷം. ഇപ്പൊ ക്രിസ്ത്യാനോ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ഒരു ഗോൾ അടിക്കണം. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു ഗോൾ അടിക്കുന്നതാണ്. ഗോൾ അടിച്ച് ഒരു കാര്യം പറയട്ടെ, ക്രോസ് വന്നല്ലോ, ജാവനോസ് ഗോൾ അടിച്ചല്ലോ, ആ ഹെഡർ അതേ അടിച്ചില്ലെങ്കിൽ അപ്പുറത്ത് ക്രിസ്ത്യാനോ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനോ അടിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്റെ വീട്ടിലൊക്കെ കട്ട ക്രിസ്ത്യാനോ ഫാൻ ഉണ്ട്, മോളൊക്കെ. അത് അടിച്ചിരുന്നെങ്കിൽ, പക്ഷെ അത് അതിന് മുമ്പ് തന്നെ ജാവനോസ് ചാടി അടിച്ചു. ഒരു പക്ഷെ ആ ഗോള് അത് ക്രിസ്ത്യാനോ ആയിരുന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്രോച്ചിലൊക്കെ മൊത്തം താരത്തിന്റെ കോൺഫിഡൻസ് കൂടാനൊക്കെ ഒരു സാധ്യത വരും. ഗോളായിരുന്നെങ്കിൽ. പക്ഷേ ക്രിസ്ത്യാനോനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ശാരീരികക്ഷമത അതേപോലെ എങ്ങനെയാണ് ഇപ്പൊ വരിക. അപ്പൊ നമ്മളിപ്പോ ഇന്നലെ കിട്ടിയ 2 ചാൻസുകളും ഇതേപോലെ തന്നെ ഇതിനു മുമ്പ് മുന്നോടിയായിരുന്നുള്ള വാമപ്പ് മാച്ചുകളിൽ ചാൻസുകൾ നടന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ബോളുകൾ കിട്ടുന്ന പോസ്റ്റിൽ കൂടി ചിലപ്പോ പോണില്ല, പോണിച്ചെങ്കിൽ ചിലതൊക്കെ സ്കൈ ചെയ്യാണ്, ആകാശത്ത് ഇപ്പൊ രണ്ടും പുറത്തേക്ക്. അപ്പോൾ ചിലപ്പോൾ ആ ഷോട്ട് പവർഫുൾ ആണ്. പവറിന്റെ കേസിൽ ക്രിസ്ത്യാനോയെ കുറിച്ച് വല്ല വിഷയങ്ങളൊന്നുമില്ല. ഇപ്പൊ പഴയ പോലെ ഇപ്പൊ ലോങ് റേഞ്ച് ഷോട്ടുകൾ പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി പോലും ഇപ്പൊ ഈ ഷോട്ടുകളൊക്കെ പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ത്രെറ്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു എന്താ പറയാ, അത് ഗോളാണെന്നില്ലെങ്കിൽ ചാൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റണില്ല, അല്ലെങ്കിൽ മൂപ്പര ആ രീതിയിൽ ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, പഴയ പോലുള്ള റിലയബിലിറ്റി മുപ്പരെ ക്രിസ്ത്യാനോയെ സംബന്ധിച്ചില്ല. ടീമിന്റെ കളിക്കാരൻ പോലും അത് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഏതായാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, ക്രിസ്ത്യാനോ മാത്രമല്ല പോർച്ചുഗലിന്റെ പ്രശ്നം.
അവരുടെ അപ്രോച്ചിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. അത് കോച്ച് തന്നെ പറഞ്ഞു, കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി ഒക്കെ ഉള്ള രൂപത്തിലേക്ക് ടീം മാറേണ്ടതുണ്ടെന്ന്. വരും മത്സരങ്ങൾ അതുണ്ടാവും. ക്രിസ്ത്യാനോയുടെ ഗോളും കാണാൻ കഴിയട്ടെ, കാരണം ആരാധകരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ 5 വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചിട്ടുണ്ട് അദ്ദേഹം. 6ാമത്തെ വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചത് റെക്കോർഡായിരിക്കും. തുടർച്ചയായി 6 വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുന്ന താരം എന്നുള്ള നിലയിലേക്ക് വരുന്ന കളിയിൽ അത് കാണാൻ കഴിയട്ടെ. ഏതായാലും ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കൂടുതൽ അനാലിസിസുകൾക്കായിട്ട് വീണ്ടും കാണാം.